ഹലോ ഡിയേഴ്സ്, ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആയിരിക്കാം ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങളൊരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രം ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കുക. നോക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് നോക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട്സ് കാണുകയില്ല. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു സമയമായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകരാനിടയായത്. അതായത് ഒരു വിശ്വാസവഞ്ചന ഇവിടെ ഉണ്ടായതായിട്ട് കാണുന്നു. അത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോയതെന്നാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ബ്രേക്കപ്പ് ഉണ്ടായതിനു ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷനും ആൻസൈറ്റിയും ആയിരിക്കാം ഉണ്ടായത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു സെപ്പറേഷനിലോട്ട് പോയ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഒരുപാട് തകർന്നു പോയിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ കൂടെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത്. പക്ഷെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചു കാണുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കാം. ഈ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പെയിൻ ആരുമായിട്ടും ഷെയർ ചെയ്യാനുണ്ടായിരിക്കുകയില്ല. നിങ്ങൾ വളരെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും. ഒരു പക്ഷെ നിങ്ങൾക്ക് രാത്രിയിൽ പോലും ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഈ ഒരു ഓർമ്മകളെല്ലാം നിങ്ങളെ വളരെയധികം വേട്ടയാടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കിതിൽ നിന്ന് ഈ ഒരു സമയം വരെ കരകയറാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ആ പാസ്റ്റിലെ ഓർമ്മകളെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ പേഴ്സണമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സും എല്ലാം ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ അവരെ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ മരണം വരെ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കാം. അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പ്രതീക്ഷ ഏതെങ്കിലും ഒരു സമയം എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും, പേഴ്സൺ എൻ്റെ അടുക്കലോട്ട് തന്നെ തിരികെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി വളരെ ലോ ആണെന്നാണ് കാണുന്നത് ഈ ഒരു സമയം. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത്. അത് കാരണം ഒരുപാട് ഇമോഷണൽ ബർഡൻസ് നിങ്ങൾക്കുണ്ടാവുന്നു. നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ ഭാരങ്ങളാണ് നിങ്ങൾ ഈ ഒരു സമയം ചുമക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ ചില സമയത്ത് വിചാരിക്കും ഞാൻ ഓക്കെ ആണെന്ന്. അതേ സമയം തന്നെ നിങ്ങൾ വിചാരിക്കും എനിക്ക് പറ്റില്ല, എനിക്ക് ആ ഒരു പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ചില സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഒരു പക തോന്നുന്നുണ്ടായിരിക്കാം. ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങളുടെ ഇമോഷൻസ് എന്തോ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ലൈഫാണ് ഈ ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പൂർണ്ണത കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആക്കുന്നത് എന്ന് നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ടായിരിക്കാം.
ഈ പേഴ്സന്റെ ചിന്തകളാണ് ഏത് സമയം നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. അവരുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലായിപ്പോയത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആയിരിക്കാം. നിങ്ങളുടെ നല്ല രീതിയിൽ പോയ ഒരു ബന്ധമായിരുന്നായിരിക്കാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം, ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജിയാണ് ഞാൻ പറയുന്നത്, ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ ഓർമ്മകളാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള, ഇനി നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ ആ ഒരു ലൈഫിനെ പറ്റി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. അല്ലെ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എവിടെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചത് അവിടുന്ന് തന്നെ തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഒരു വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആവുകയില്ല എന്നുള്ളൊരു തോട്ടാണ് നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിട്ടു പോവുകയില്ല. നിങ്ങൾ ആ ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിന്റെ പ്രകാശമെന്നാണ് നിങ്ങൾ കരുതുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇതായിരുന്നു നിങ്ങളുടെ എനർജി. ഇനി നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളുടെ എനർജിയിൽ എനിക്കിവിടെ മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വരുന്നത് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിക്സഡ് ഇമോഷൻസ് ആണ് ഉള്ളത്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീബർത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഒരു റീയൂണിയന് വേണ്ടിയിട്ട്. അതാണ് എനിക്ക് നിങ്ങളുടെ എനർജിയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങൾ ജീവിക്കത്തില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. ഇനിയും നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കാം. നിങ്ങളുടെ ഇന്റൻഷൻ വളരെ കറക്റ്റായിരുന്നു. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി? കാർഡ്സ് ഇവിടെ വെക്കുകയാണേ. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, അവരുടെ ഒരു കർമ്മ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ വലിയൊരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട്. അവർ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ വളരെ ശുഭാപ്തി വിശ്വാസമാണ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട്. കാരണം ഈ ഒരു സൈക്കിൾ എൻഡായ സമയത്ത് തന്നെ ഈ പേഴ്സൺ ഓൾറെഡി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളായിരുന്നു ശരി, നിങ്ങളായിരുന്നു അവരുടെ ലൈഫിന്റെ പ്രകാശം എന്നൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സെപ്പറേഷൻ തന്നെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സണെ സഹായിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ എല്ലാ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നതാണ് കാണുന്നത്. കാരണം നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാം, ഈ ഒരു കാർഡിൽ ഈ ഒരു വ്യക്തി ഒരു മരുഭൂമിയിലാണ് നിൽക്കുന്നത്. അവിടെ വെള്ളമില്ല. ആ ഒരു വ്യക്തി പിടിച്ചേക്കുന്ന വാൻസ് ആ ഒരു തളർത്തു വരുന്നതാണ് നോക്കുന്നത് ആ ഒരു വ്യക്തി. അതായത് പ്രതീക്ഷയാണ്. അവിടെ വെള്ളമില്ലെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാം. പക്ഷെ എന്നിട്ടും പ്രതീക്ഷ വെക്കുകയാണ്, നാളെ ഇത് വളർന്നൊരു മരമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ. അതായത് അത് മീൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഒരു വ്യക്തിക്ക്. അതായത് ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും പ്രതീക്ഷയാണുള്ളത്, നിങ്ങളുടെ ലൈഫ് അങ്ങനെ അവസാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഈ ഒരു വ്യക്തി. നിങ്ങളോടുള്ള ഫീലിങ്സ് നമുക്ക് നോക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളോട് അവരുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്യാത്തപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വ്യക്തിക്ക് സ്നേഹമില്ലെന്ന്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുള്ളതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതൊന്നും അവർ നിങ്ങളുടെ പുറത്ത് കാണിക്കുന്നില്ല. കാരണം അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് അവർ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ദൂരെയാണേലും
ആ ഒരു പേഴ്സന്റെ അടുത്തില്ലെങ്കിലും നിങ്ങളുടെ പ്രസൻസ് അവരറിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സോൾ കണക്ഷനാണെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. അതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ പ്രസൻസ് അറിയുന്നുണ്ട്. നിങ്ങൾ സന്തോഷിച്ചാലും നിങ്ങൾ കരഞ്ഞാലും എല്ലാം ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം ഈ ഒരു സെപ്പറേഷൻ ടൈമിലും നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്. വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. ആ ഒരു വ്യക്തി വളരെയധികം ഡിപ്രസ്ഡ് ആണെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയം, ഈ ഒരു സെപ്പറേഷനിലായിരിക്കുന്ന സമയം അവർ വളരെയധികം തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അവർക്ക് എനർജി ഇല്ല, ഇനി മുന്നോട്ട് പോകാനായിട്ട് എനർജി ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നോക്കിയാൽ തന്നെ കാണാം, ആ ഒരു വ്യക്തി വളരെയധികം കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് നടന്നു പോകുന്നത്. കാരണം അവർക്ക് എനർജി ഇല്ല. കാരണം ഈ ഒരു വ്യക്തിയുടെ കാലിൽ ബാൻഡേജ് ഉണ്ട്. അതായത് ആ ഒരു വ്യക്തിക്ക് പാസ്റ്റിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കഷ്ടപ്പാടിന്റെ സാഹചര്യത്തിൽ നിങ്ങളുടെ സ്നേഹവും കരുതലുമാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ സാമീപ്യം ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ള ഒരാളായിരിക്കാം, നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു ഈ ഒരു പേഴ്സൺ. വളരെയധികം മിസ്സിങ് ഫീലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. വളരെയധികം ഡിപ്രഷനാണ് നിങ്ങളുടെ വ്യക്തി. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ. ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധമുണ്ട്, പശ്ചാത്താപമുണ്ട്, ഒന്നും വേണ്ടിയിരുന്നില്ലെന്നുള്ള തോന്നലുണ്ട്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുകയാണ്. നിങ്ങളുടെ സ്നേഹവും കരുതലുമാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നത്. നിങ്ങൾ വളരെയധികം റൊമാൻറ്റിക് ആയിരുന്നായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹവും കരുതലും ഉള്ള ഒരു വ്യക്തി ആയിരുന്നായിരിക്കാം. ആ ഒരു വ്യക്തി ഏതൊക്കെ സാഹചര്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു കംഫർട്ട്സ് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നതും ഈ ഒരു സമയത്ത്. മനഃപൂർവ്വം നിങ്ങളെ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ് ഈ ഒരു പേഴ്സൺ. കാരണം ഈ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ടായിരിക്കാം ആ ഒരു തെറ്റിലേക്ക് പോയത്. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തെറ്റിലേക്ക് പോയ ഒരാളായിരുന്നായിരിക്കാം നിങ്ങളുടെ വ്യക്തി. മനഃപൂർവ്വം നിങ്ങളെ അവഗണിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഇപ്പൊ ആ നഷ്ടമായ ആ കാര്യത്തെ നോക്കി തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ചുറ്റും സന്തോഷങ്ങളുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ആ ഒരു വ്യക്തിയുടെ ചുറ്റും വേറെ കപ്സിലെല്ലാം ഇമോഷൻസ് ആണുള്ളത്, സ്നേഹമാണുള്ളത്. അതെല്ലാം ഉണ്ടായിട്ടും നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ ഓർത്തുള്ള സങ്കടമാണ്. ഈ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിങ്ങളെയാണ്. അത് ഓർത്തുള്ള സങ്കടമാണ് ഈ ഒരു വ്യക്തിക്ക്. വളരെയധികം സങ്കടപ്പെട്ടാണ് ഈ ഒരു സമയം ഇരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. വളരെയധികം പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നതാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ. കാരണം ഈ ഒരു വ്യക്തി ഇതൊരു പ്രത്യാശയുടെ കാർഡാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. കാരണം ആ ഒരു പൂർണ്ണമായിട്ടും സൂര്യൻ ഉദിച്ച് ഉയർന്നു വന്ന് അവിടെ ഒരു വെളിച്ചം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു പ്രത്യാശ, അതായത് ഒരു പ്രത്യാശ വയ്ക്കുന്നുണ്ട്. അതായത് നാളെയും ഈ ഒരു സൂര്യൻ ഉദിച്ചു പൊങ്ങി നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രകാശം ഉണ്ടാകും എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കുറച്ച് മെന്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെ ആ ഒരു വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങളുടെ വ്യക്തി വളരെയധികം ക്ഷീണിതനാണ്. ഇനി പൊരുതാനായിട്ട് അവർക്ക് ഒരു എനർജി ഇല്ല. അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ എനർജി ഇല്ല. കാരണം ഒരുപാട് സിറ്റുവേഷൻസ് ആയിരുന്നു ആ ഒരു പേഴ്സൺ ഇതുവരെ ഫേസ് ചെയ്തത്. വളരെയധികം ഡിപ്രസ്ഡ് ആണ് നിങ്ങളുടെ വ്യക്തി. മുന്നോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ ആ ഒരു വ്യക്തിയെ തടയുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. വളരെയേറെ പേടിച്ചു നിൽക്കുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവർക്ക് ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയം ആ ഒരു വ്യക്തി തനിച്ചാണ്. ആ ഒരു വ്യക്തി എല്ലാ തെറ്റുകളും സ്വയം ഒറ്റയ്ക്കിരുന്ന് താൻ എന്തായിരുന്നു, തൻ്റെ റിലേഷൻഷിപ്പ് എന്തായിരുന്നു, തൻ്റെ ജീവിതം എന്തായിരുന്നു, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു മെന്റൽ ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ മുന്നോട്ട് പോകാൻ ആരെയോ ഭയക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ? യെസ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ ലൈഫ് തുടങ്ങുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയാണ്. ആ ഒരു വ്യക്തി അതിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കാം. കാരണം ഈ ഒരു വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇപ്പോഴത്തെ അവരുടെ കറണ്ട് എനർജിയിൽ ആരെയൊക്കെ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും അവരെന്ത് വില കൊടുത്തും നിങ്ങളുടെ അരികിലേക്ക് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തികളെ ആണെങ്കിലും സാഹചര്യങ്ങളെ ആണെങ്കിലും എല്ലാം നേരിട്ട് നിങ്ങളുടെ അരികിലേക്ക് എങ്ങനെയും വരണം, പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പ്രതീക്ഷയാണ് നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ ഒരു സാഹചര്യങ്ങളെല്ലാം ആ ഒരു വ്യക്തി ഫേസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ആ ഒരു പേഴ്സൺ സക്സസിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് നിങ്ങളുടെ വ്യക്തി. അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിനെല്ലാം, അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിനെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് ഈ ഒരു വ്യക്തി ദൃഢനിശ്ചയം എടുത്തതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്. ഒരു കാർഡൂടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ്, അതാണ് നോക്കുന്നത്. യെസ്, നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അരികിലേക്ക് പഴയതുപോലെ സ്നേഹത്തോടെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതവുമായി തിരികെ നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. ഫ്യൂച്ചറിനെ പറ്റി വളരെയധികം പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആദ്യത്തെ കാർഡ് കിട്ടിയത്. വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിൽക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. ഈ ഒരു പേഴ്സൺ തന്റെ സ്നേഹവുമായി നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിരുന്നു. ഇനിയും എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോൾ നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു. ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നീയുമായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ്. എത്രയും പെട്ടെന്ന് നിന്റെ അരികിലേക്ക് വരാനായിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ. എനിക്കിപ്പോൾ ഒരു ലക്ഷ്യബോധമുണ്ട്. നീ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം, അത് നൽകാനാണ് ഞാൻ നിന്നിലേക്ക് വരുന്നത്. ഇത്രയും നാൾ എൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ അതെല്ലാം തിരുത്തി നീ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം, അതാണ് ഞാൻ നിനക്ക് തരാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് റെഡിയാണ്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? ഈ ഒരു സമയം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു തോട്ട്സ് ഒഴിവാക്കുക.
ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട്. ഒരുപാട് നെഗറ്റീവ്സ് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ കാണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ പറ്റിയും അവരുടെ സിറ്റുവേഷനെ പറ്റിയും നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഈ ഒരു സമയം പുറത്തു വരണം. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് ഉണ്ടാവുകയുള്ളൂ. ഒരു കാർഡ് കൂടെ നോക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് കുറച്ച് ഈഗോ ഉള്ളതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യമായിരിക്കാം നിങ്ങളെ ആ ഒരു രീതിയിൽ കൊണ്ടെത്തിച്ചത്. അത് കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ജീവനാണെങ്കിലും ആ ഒരു പേഴ്സന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഈഗോയൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ സോളിനെ ഹീൽ ചെയ്യിക്കുക. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് ഒരു റീയൂണിയനാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അതുകൊണ്ട് തന്നെ പാസ്റ്റിലെ വേദനകളെല്ലാം തന്നെ നിങ്ങൾ ഹീലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ സോളിനെ ഹീലാക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു കാർഡൂടെ നോക്കട്ടെ. യൂണിവേഴ്സ് എന്താണ് പറയുന്നത്? യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു സമയം കൺഫ്യൂഷനാണ് കാണുന്നത്. നിങ്ങൾക്ക് ലൈഫിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുമോ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കാം നിങ്ങൾക്ക്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആദ്യത്തെ കാർഡ് 8 ഓഫ് സോർട്സ് കിട്ടിയത്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് ഇതിൽ നിന്ന് പുറത്തു വരൂ, കൺഫ്യൂഷൻ ഒഴിവാക്കൂ, നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി സമയം കളയാതെ പ്ലാൻ ചെയ്യൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് വരാൻ പോകുന്ന സാധ്യതകളെ പറ്റി സന്തോഷിക്കൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ിരിക്കുന്ന ക്ലൂസും കൂടി നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സന്റെ ഇന്റൻഷൻ വളരെയധികം നല്ലതായിരുന്നു. നിങ്ങളുടെ ഇന്റൻഷനും അതുപോലെ തന്നെ ലോങ് ഹെയർ, ഫുട്ബോൾ, മ്യൂസിക്, 1996, 2002, ഇടുക്കി, 1982, മെറൂൺ, അബുദാബി, അനിഴം നക്ഷത്രം, സോഷ്യൽ മീഡിയ, 36, വിശാഖം നക്ഷത്രം, മൂലം നക്ഷത്രം, അശ്വതി നക്ഷത്രം, ഫോട്ടോഗ്രാഫി, വെനസ്ഡേ, ട്യൂസ്ഡേ, പൂരാടം, ഉണർദം നക്ഷത്രം, 2019, കളേർഡ് ഹെയർ, പോസിബിൾ ഉള്ള ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. നേച്ചർ, വിത്തിൻ 72 hours, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നമ്പർ 40, 49, 23, ക്രേസ് ഓൺ വെഹിക്കിൾസ്, മകം നക്ഷത്രം, 6, ലെറ്റർ I, നമ്പർ 22, ലെറ്റർ T, സാറ്റർഡേ, നമ്പർ 50, ചാരിറ്റി, ലെറ്റർ N, ലെറ്റർ W, ബേക്കർ, സെപ്റ്റംബർ മന്ത്, നമ്പർ 13, ലെറ്റർ P, പൂയം നക്ഷത്രം, ലെറ്റർ B, നമ്പർ 9, നമ്പർ 31, നമ്പർ 15, ഒക്ടോബർ മന്ത്, റെയിൻബോ, ഗ്രീൻ കളർ, മൂന്നാറ്,
കാസർഗോഡ്, അവിട്ട നക്ഷത്രം, വയലറ്റ് കളർ, നമ്പർ 5, നമ്പർ 3, ഇടവം മന്ത്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. നിങ്ങളുടെ വ്യക്തി ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഒരു സമയം നെഗറ്റീവായിട്ടുള്ള തോട്ട്സിൽ നിന്ന് വെളിയിൽ വരണം. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഈ ഒരു സമയം പ്ലാൻ ചെയ്യുക. അപ്പം ഈ ഒരു റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.